ഭൂട്ടാൻ ട്രിപ്പിൻ്റെ 3-ാം ദിവസം ഈ വരുന്ന വണ്ടിയിലാണ് ഞങ്ങൾ യാത്രയാകുന്നത്. ഇതൊരു 9 സീറ്റർ വണ്ടിയാണ്. ഇതിൽ 6 യാത്രികരാണ് ഞങ്ങൾ ഉള്ളത്. നല്ല വണ്ടി, സുഖമായ വണ്ടി, കംഫർട്ടബിളായിട്ടുള്ള യാത്ര. ഞങ്ങളിപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് ദോച്ചില പാസിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. കാർമേഘമാണോ മഴക്കാറുകളാണോ ഏതായാലും കൊള്ളാം, അതിൻ്റെ ഭംഗിയൊന്ന് നോക്കൂ. ഫോഗാണ് ഇത്. ദോച്ചില പാസിലെ ഉള്ള ചില മെമ്മോറിയൽസാണ്, സ്തൂപങ്ങളാണ്. ഇത്തരത്തിലുള്ള 108 സ്തൂപങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിന് പിന്നിൽ ചില പണ്ടുകാലത്ത് സംഭവിച്ച ചില യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുമുണ്ട്. അപ്പോൾ ചുറ്റുമായിട്ട് ഇത്തരത്തിലുള്ള സ്തൂപങ്ങൾ വാർ മെമ്മോറിയൽ, മാർട്ടിയേഴ്സ് മെമ്മോറിയലായിട്ട് സ്ഥാപിക്കപ്പെട്ടവയാണ് ഇത്. ആ കാണുന്ന ആകാശഭംഗി ഒന്ന് നോക്കൂ. ഈ ദോച്ചില പാസിൽ 108 സ്തൂപങ്ങളോ മാർട്ടിയേഴ്സോ ആണ് ഇതിന് ചുറ്റുമുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ സുഹൃത്ത് ശ്രീ സന്തോഷ് പട്നായിക് വരും. ശ്രീ സന്തോഷ് പട്നായിക് വിൽ എക്സ്പ്ലെയിൻ the history about these items. So please, sir, come up. This is Dokula Pass. Here 108 memorials were built by the Bhutanese government. Okay. In memory of soldiers who lost their life. Okay. When they launched a fight to flush out Bodo militants who sneaked into their territory and set up camps. Okay. So they sought the support of Government of India. Government of India extended their support. Yeah. And the war was led by the king of the Bhutan. Okay. So finally, completely they flushed out. And they decided to create this memorial. Okay. In which year it happened? 2003. 2003? Yeah. Okay. So that is the historical importance of this spot, eh? Yes. Okay. Thank you, sir. Good morning. So wishing. Kuzambu. പുനാഖ എന്ന് പറയുന്ന കോട്ട കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത്. അപ്പോൾ ഈ ഒരു നദിയുടെ മുകളിലുള്ള പാലത്തെ കൂടി കയറിയാണ് അക്കരെ കോട്ടയിലേക്ക് പോകേണ്ടത്. ഈ കോട്ടയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരാൾക്ക് 500 രൂപയുടെ എൻട്രൻസ് ഫീ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ് ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പാലത്തെ കൂടി കടന്ന് നേരെ അക്കരയിലെത്തുമ്പോൾ ഈ നദീതീരത്തുള്ള കോട്ടയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നമുക്ക് കോട്ടയിലേക്ക് പ്രവേശിക്കാം. ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൽ 3-4 കോർട്ട് യാർഡുകളുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് അവരുടെ ഹാപ്പിനെസ് പ്രോഗ്രാംസ് നടക്കാറുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ്. ഈ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം അത്രത്തോളം മനോഹരവും വൃത്തിയുമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഈ കോട്ടയ്ക്കകത്തെ കോർട്ട് യാർഡുകൾ അവർ വളരെ പരിപാവനമായിട്ട് സൂക്ഷിച്ചു വരുന്നതാണ്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ കയറി ഇത് കാണുന്നുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ പുനാഖയിലെ ഹാങ്ങിങ് ബ്രിഡ്ജ് അഥവാ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇവർ കൂടുതലും സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് പോച്ചു മാച്ചു എന്ന് പറയുന്ന ഈ നദിയുടെ കുറുകയാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള കുന്നുകളും അതുപോലെ തന്നെ പച്ച പിടിച്ച പാടങ്ങളും അക്കരെ കാണാം. ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് നെൽകൃഷിയാണ്. ഇവിടെ ടെറസ് ഫാമിംഗ് ടൈപ്പിലാണ് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാറിപ്പറക്കുന്ന ഈ കൊടികൾ കണ്ടോ? അപ്പോൾ ഈ കൊടികൾ ഈ ഭൂട്ടാൻ്റെ പല ഭാഗങ്ങളിലും ഈ കൊടികൾ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ കളറുകളിലുള്ള കൊടികൾ പലയിടത്തും ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കൊടികൾ ഇത് കുറച്ച് പഴയ കൊടികളാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ
ഓരോ മന്ത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾ അതുപോലെ തന്നെ കൊടിയുടെ കളറെന്ന് പറയുന്നത് ഓരോന്നിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓരോ കളറുകൾ പ്രകൃതിയെയും മനുഷ്യനെയും ചൂടിനെയും ആകാശത്തെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള കളറുകളാണ് ഈ കൊടികളല്ലേ. അപ്പോൾ ഈ കൊടിയിൽ എഴുതിയിരിക്കുന്ന മന്ത്രം അത് കാറ്റിൽ ഈ പ്രകൃതി മുഴുവനും ഇങ്ങനെ കാറ്റിൽ ഭൂട്ടാൻ മുഴുവനും സഞ്ചരിച്ച് ഇവിടെ മുഴുവനും വൃത്തിയാക്കും, ഭംഗിയാക്കും. അവർക്ക് നല്ല എല്ലാ രംഗത്തും നല്ല സന്തോഷം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സങ്കല്പത്തിൻ്റെ പുറത്താണ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കൊടികൾ നമുക്ക് കാണാൻ സാധിക്കും. പലയിടത്തും കുത്തിനാട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പോച്ചു മാച്ചു എന്ന് പറയുന്ന ഈ നദി, അതായത് ഒരു മെയിലിനെയും ഫീമെയിലിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള നദിയാണിത് അല്ലേ. പോച്ചു മാച്ചു, പോച്ചു മെയിലിനെയും മാച്ചു ഫീമെയിലിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നദിയാണ് ഇതിൻ്റെ താഴെ കൂടെ ഒഴുകുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ വെച്ച് ഇത് രണ്ടും കൂടെ ചേരും. അപ്പോൾ അവിടെ പുനാക്ക റിവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, പുനാക്ക പോച്ചു. അപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടി ധാരാളം ആൾക്കാർ ഒരേ സമയം 100 പേരിൽ കൂടുതൽ ഇതിൽ കടന്നു പോകരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 പേരുടെ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് അല്ലേ. സോ ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് 100 people at a time. Okay, so this is the view of suspension bridge. Okay, so പുനാക്ക ഫോർട്ടിലേക്ക് കടക്കുന്ന ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെ കൂടി വളരെ ഭംഗിയായിട്ട് ഒരു നദി ഒഴുകുന്നു. വളരെ നല്ല കളറുള്ള വെള്ളമാണ് മിതമായ ശക്തിയോടുകൂടി ഒഴുകുന്നത്. അങ്ങ് ദൂരെയുള്ള മലനിരകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ജലമാണ്, നദിയാണ് അതിന് മുകളിലുള്ള പാലം. ഇതിൽ കൂടി ഈ ഫോർട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്.